ഏതാണ്ട് 150 കൊല്ലങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഖുതുബിയ്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഉമ്മത്തിലെ മെമ്പർമാർ ഇങ്ങനെ വലിയ ഗൾഫിൽ ജോലി കിട്ടാനും പ്രയാസങ്ങൾ നീങ്ങാനും ആ പുസ്തകം എൻ്റെ അടുത്തുണ്ട്, പല ആവർത്തി വായിച്ചിട്ടുണ്ട്. അതിൽ 2 വരി എന്താ നിങ്ങളെ മഴ പെയ്യിപ്പിക്കുന്നത് ബാഗ്ദാദിലുള്ള ഷെയ്ഖ് ജീലാനിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾ പറയുമ്പോൾ പറയും ഇതൊക്കെ എന്തിനാ മെമ്പർ പറയണേ, പിന്നെ ഇതെവിടെ പറയണ്ടേ, പിന്നെ ഇതെവിടെ പറയണം? വിശ്വാസകാര്യങ്ങളെ വിമലീകരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വീകരിച്ച വഴികൾ ഇത്തരം ക്ലാസുകളും ഖുത്ബകളുമായിരുന്നു. ആര് പറഞ്ഞു നിന്നോട് മഴ പെയ്യിപ്പിക്കുന്ന ഷെയ്ഖ് ജീലാനിയാണെന്ന്? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണില്ല. പക്ഷെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? എവിടെ? അതേ തമിഴ്നാട്ടിലെ കായൽ പട്ടണക്കാരനായ ഒരു സുഹൃത്ത് ആ പുസ്തകം എഴുതിയപ്പോൾ മഴ പെയ്യിപ്പിക്കുന്ന ഷെയ്ഖാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറയണം എന്താ വെച്ചാലേ, മക്കാ മുശ്രിക്കുകൾക്ക് വരെ അങ്ങനത്തെ വിശ്വാസമല്ല. മക്കാ മുശ്രിക്കുകളല്ല ചോദിച്ചിട്ടുണ്ട്, ആരാണോ ലോകം സൃഷ്ടിച്ചത്? ആരാണോ നിനക്ക് മഴ തന്നത്? ആരാണ് നിനക്ക് അന്നം തരുന്നത്? ആരാണ് നിന്നെ സൃഷ്ടിച്ചത്? ആരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നവരോട് ചോദിച്ചാൽ പക്കാ മുശ്രിക്കായ അബൂജഹൽ പറയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു പറയുന്ന തഅ്കീദിന്റെ ഹർഫുകൾ 2 പ്രയോഗിച്ചത് അവിടെ ലയഖൂലുന്ന, തീർച്ചയായും അവർ പറയും ലാത്തയാണെന്നല്ല, ഉസ്സയാണെന്നല്ല, അല്ലാഹു ആണെന്ന് അവർ പറയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഇങ്ങനെ എത്ര വചനങ്ങളുണ്ട് അറിയോ അവർ അല്ലാഹുവിനെ അംഗീകരിച്ചു എന്നുള്ളതിന്.